ജീവൻ രക്ഷിക്കാനായി ആശുപത്രിയിൽ പോയവർ കെട്ടിടം തകർന്നു വീണ് ചതഞ്ഞു മരിക്കുകയാണ് ഈ കേരളത്തിൽ. മകളുടെ ശസ്ത്രക്രിയയ്ക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലെത്തിയ വീട്ടമ്മ. കെട്ടിടത്തിൽ ആളില്ലെന്ന് മന്ത്രി വീണ ജോർജും വാസവനും കള്ളം പറയുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ജീവൻ ശ്വാസം കിട്ടാതെ പിടയുന്നുണ്ടായിരുന്നു. ആളില്ലാത്ത കെട്ടിടമെന്ന് പറഞ്ഞ് ഒരു അപകടത്തിലെ പ്രധാന നിമിഷങ്ങളിലെ രക്ഷാപ്രവർത്തനം തടഞ്ഞ മന്ത്രിമാരാണ് ഈ കൊടും പാതകത്തിന്റെ ഉത്തരവാദികൾ. ഒരു കടുകുമണിയുടെ അന്തസ്സും ആത്മാഭിമാനവും ഉണ്ടെങ്കിൽ അവർ അത് ഏറ്റെടുക്കുകയും വേണം. മനുഷ്യരുടെ രക്ഷാപ്രവർത്തനമല്ല, പിണറായി സർക്കാരിന്റെ ഇമേജ് രക്ഷാപ്രവർത്തനം മാത്രമാണ് അവരുടെ പ്രയോറിറ്റി. അതിന്റെ ഇരയാണ് ബിന്ദു എന്ന 54-കാരി. ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകും. കാലാകാലം സമ്മതി രേഖപ്പെടുത്തി ഭരിച്ചു മുടിക്കാനായി തന്നെയൊക്കെ പറഞ്ഞുവിടുന്ന ജനങ്ങൾ വകവെച്ചു തരുന്ന ഔദാര്യം അത് മറയാക്കി വെച്ച് അനുഭവിച്ച് ഈ നാടിനെ എക്കാലവും ഒറ്റുകൊടുക്കാമെന്ന് വ്യാമോഹിക്കേണ്ട വിഡ്ഢികളുടെ സ്വർഗത്തിന് ആയുസ് കുറവാണ്.